ഹലോ ഗൈസ്, ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ് എന്ന ഭാഗത്തിലെ അലർജി എന്ന ഭാഗമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അലർജി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയുടെ ഒരു ഓവർ റിയാക്ഷനാണ്. നമ്മുടെ ബോഡിയിലേക്ക് ഏതെങ്കിലും തരത്തിലുള്ള അലർജൻസ് മീൻസ് ഡസ്റ്റ് പാർട്ടിക്കിൾസ്, പോളൻ ഗ്രെയിൻസ്, ചെറിയ ഹെയർസ് ഉണ്ടാവില്ല, ആനിമൽ ഡാൻഡ്രഫ് പോലെയുള്ള ചെറിയ ഹെയർസ്, ഇതൊക്കെ നമ്മുടെ ബോഡിയിലേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മുടെ ബോഡി അത് ഹാംഫുള്ളായിട്ടുള്ള ഒബ്ജക്റ്റാണെന്ന് തെറ്റിദ്ധരിച്ച് അതിനെതിരെ ഒരു ഓവർ റിയാക്ഷൻ നടത്തുന്നതാണ് അലർജി എന്ന് പറയുന്നത്. ഈ ഓവർ റിയാക്ഷൻ എന്ന് പറയുന്നത് സ്നീസിങ്ങിലൂടെയോ റണ്ണിങ് നോസ് അതിലൂടെയൊക്കെയാണ് നമുക്ക് ബോഡി അത് റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ബോഡിയിൽ 5 തരത്തിലുള്ള ആൻറ്റിബോഡിയാണുള്ളത്. ഇത് ഓർത്ത് വയ്ക്കാൻ ഗെയിംഡ് എന്ന് ഓർത്ത് വെച്ചാൽ മതി. IgG, IgA, IgM, IgE ആൻഡ് IgD, ഇതാണ് 5 തരത്തിലുള്ള ആൻറ്റിബോഡീസ്. അപ്പോൾ ഏതൊക്കെ ആൻറ്റിബോഡീസാണുള്ളത്, എത്ര തരത്തിലുള്ള ആൻറ്റിബോഡീസാണുള്ളത്? 5 തരത്തിൽ. ഗെയിംഡ് IgG, IgA, IgM, IgE ആൻഡ് IgD. അപ്പോൾ ഇതിൽ അലർജിക്ക് കാരണമാകുന്ന ആൻറ്റിബോഡി ഏതാണെന്ന് ചോദിച്ചാൽ അത് IgE ആണ്. ഏതാണ്? IgE. ഇത് ഓർത്ത് വെക്കാൻ അലർജിയിലൊരു E ഇല്ലേ, ആ E ആണ് ഈ ആൻറ്റിബോഡിയിലുള്ള ഈ IgE. അത് അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ അലർജിക്ക് കാരണമാകുന്ന ആൻറ്റിബോഡിയാണ് IgE. അപ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള മാസ്റ്റ് സെല്ലുകളുണ്ട്. മാസ്റ്റ് സെല്ലുകൾ 2 കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യും ആ സമയത്ത്. ഹിസ്റ്റമിൻ, സെറോട്ടോണിൻ എന്ന് പറയുന്ന 2 കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ കെമിക്കൽസ് അപ്പോൾ ഹിസ്റ്റമിൻ, സെറോട്ടോണിൻ എന്നുള്ള കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് മാസ്റ്റ് സെല്ല്. ഈ കെമിക്കൽസ് കാരണമാണ് നമ്മുടെ ബോഡിയിൽ സ്നീസിങ്, വാട്ടറി ഐസ്, റണ്ണിങ് നോസ്, ബ്രീത്തിങ് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ പ്രോബ്ലംസ് ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രഗ്സാണ് ആൻറ്റി ഹിസ്റ്റമിൻ, അഡ്രിനാലിൻ, സ്റ്റിറോയിഡ്സ് തുടങ്ങിയവ. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് നോക്കാം. അലർജി ഈസ് ഡ്യൂ ടു ഏത് ആൻറ്റിബോഡിയാണ്? നമ്മൾ പറഞ്ഞു ഈ അലർജിയിലെ ഇയും നോക്കുക കേട്ടോ. IgE ആൻറ്റിബോഡീസ്. രണ്ടാമത്തെ ചോദ്യം, which chemicals are released from mast cells during allergic reaction? ഹിസ്റ്റമിൻ ആൻഡ് സെറോട്ടോണിൻ. അപ്പോൾ ഹിസ്റ്റമിൻ ആൻഡ് സെറോട്ടോണിൻ ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് സെല്ലുകളാണ്? മാസ്റ്റ് സെല്ലുകൾ. അതും കൂടി ഓർത്ത് വെക്കണം. ഹിസ്റ്റമിൻ ആൻഡ് സെറോട്ടോണിൻ പ്രൊഡ്യൂസ്ഡ് ബൈ മാസ്റ്റ് സെൽ. മാസ്റ്റ് സെൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന 2 കെമിക്കൽസാണ് ഹിസ്റ്റമിൻ ആൻഡ് സെറോട്ടോണിൻ. മൂന്നാമത്തെ ചോദ്യം, ഹൈ ഫീവർ ആൻഡ് ആസ്മ ആർ എക്സാമ്പിൾ ഓഫ് അലർജിക് reactions. Which of the following is not an allergen? ഒരു അലർജൻ അല്ലാത്തത് ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ പ്ലാസ്മോഡിയം ആണ് അലർജൻ അല്ലാത്തത്. ബാക്കിയുള്ള പോളൻ ഗ്രെയിൻസ്, ആനിമൽ ഡാൻഡ്രഫ്, ഡസ്റ്റ് അതൊക്കെ അലർജനാണ്.